ഹലോ, ഷാഹിദ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സ്റ്റൂ ആണ്. അതിന് വെജിറ്റബിൾസും ചിക്കനും ഇട്ടാണ് ഞാൻ സ്റ്റൂ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ട സാധനങ്ങൾ: ചിക്കൻ ഒരു 200 ഗ്രാം, ബീൻസ് ഒരു 6 ബീൻസ്, 2 ഉരുളക്കിഴങ്ങ് പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞത്, ക്യാരറ്റ് 2 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക്, 2 ഏലക്ക, 2 ഗ്രാമ്പു, ഒരു കറുവപ്പട്ട, ഒരു സവാള പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞത്, 2 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, കറിവേപ്പില, മല്ലിയില, നെയ്യ്, വെളിച്ചെണ്ണ, ഉപ്പ് ആവശ്യത്തിന്. ഇത്രയുമാണ് സ്റ്റൂ ഉണ്ടാക്കാനുള്ള ആവശ്യം. 1 ഗ്ലാസ് കട്ടി തേങ്ങാപ്പാൽ. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോൾ ഏലക്കയും കറുവപ്പട്ടയും ഇട്ട് കൊടുക്കുക. ഗ്രാമ്പൂവും. അതിനുശേഷം പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുക. കറിവേപ്പില എല്ലാം ഇട്ട് കൊടുക്കുക. അതിനുശേഷം സവാള, അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കുക. കുറച്ച് വഴറ്റിയെടുക്കുക. ഇനി കുറച്ച് ഉപ്പ് ചേർക്കുക. അതിനുശേഷം എടുത്തു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ഇട്ടൊന്ന് വഴറ്റി കൊടുക്കുക. എല്ലാം ഒന്ന് ചേർക്കുക. ഞാനിത് കുക്കറിലാണ് വെക്കാൻ പോകുന്നത്. ഇപ്പോൾ ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടി മാത്രമാണ് കടായി അടുപ്പത്ത് വെച്ചത്. ഒരു 10 മിനിറ്റ് വഴറ്റി കൊടുക്കണം. ഞാനിതിൽ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ബീൻസുമാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് ചിക്കൻ ഇട്ട് കൊടുക്കുക. ചെറുതായിട്ട് വഴറ്റി കൊടുക്കുക. എല്ലാം കുറച്ച് വഴറ്റിയിട്ടുണ്ട്. ഇനി സ്വല്പം ഒരു 1/4 സ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം ഒരു കുക്കറിലോട്ട് ഇത് മാറ്റുക. ഇച്ചിരി വെള്ളം ഒഴിച്ച് കുക്കർ ഒരു വിസിൽ വരുന്നവരെയും വേവിക്കുക. കുക്കർ അടച്ചു വെച്ച് വേവിക്കുക. ഒരു വിസിൽ വരുമ്പോൾ കുക്കർ അടച്ചു വെച്ചതിന് ശേഷം പ്രഷറെല്ലാം പോയതിന് ശേഷം വെന്തോന്ന് നോക്കുക. കുക്കർ തുറന്നു. വെജിറ്റബിൾ എല്ലാം നല്ല വെന്തിട്ടുണ്ട്. നല്ല മണം വരുന്നു. കുക്കർ തുറന്നപ്പോഴേക്കും നല്ല സ്മെല്ല് വരുന്നുണ്ട്. നല്ല സ്റ്റൂവിയുടെ മണമാണ് വരുന്നത്. ഇനി അടുപ്പ് കത്തിച്ച് ഇച്ചിരി നേരെ തിളപ്പിക്കുക. ഇനി
നല്ലവണ്ണം തിളക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഉടനെ അടുപ്പ് അണച്ചേക്കുക. പിന്നെ തിളക്കാൻ പാടില്ല, പിരിഞ്ഞു പോകും. അടുപ്പ് അണച്ചിരിക്കുന്നു. ഉപ്പ് കുറച്ചുകൂടെ ഇടുക. കുറച്ച് ഉപ്പ് കുറവാണ്, ഇച്ചിരി ഇട്ട് കൊടുക്കണം. തേങ്ങാപ്പാൽ ഇട്ടതിന് ശേഷം ഇച്ചിരി നേരം അടച്ചു വെക്കുക. 5 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം തുറന്നിട്ടുണ്ട്. ഇനി അതിൽ കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുക. ഒരു നുള്ളു കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കും. കുരുമുളക് പൊടി വളരെ ഒരു നുള്ളു ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം കുറച്ച് കട്ടി കൂടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അരിമാവ് കലക്കി ഒഴിച്ചു കൊടുക്കുക. നല്ല ആവശ്യത്തിന് കട്ടിയുള്ള സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ കട്ടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. ഇനി കുറച്ച് നേരം കൂടി കുക്കർ അടച്ചു വെക്കുക. വെജിറ്റബിൾ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ അളവിലാണ് എടുക്കേണ്ടത്. വെജിറ്റബിൾസ് കാണാനും സാധിക്കും. ഇത്ര അയവാണ് വേണ്ടത്. അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും എല്ലാം കഴിക്കാവുന്നതാണ്. നല്ല മണവും ഉണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. ഉപ്പും എല്ലാം കറക്റ്റാണ്. ഇതെല്ലാവരും സർവിങ് പ്ലേറ്റിൽ വിളമ്പി വെച്ചിരിക്കും. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതിൽ ഞാൻ മല്ലിയില വിതറാൻ മറന്നുപോയി. കുറച്ച് മല്ലിയില വിതറി കൊടുക്കുക. താങ്ക് യു.